കൂൺ അഥവാ മഷ്റൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാവും അല്ലേ. ഇന്ന് അത് ഉപയോഗിച്ച് ഒരു ഗ്രേവിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പറമ്പിലൊക്കെ ചില സീസണിൽ മാത്രം കൂൺ ഉണ്ടാവാറുണ്ട് അല്ലേ. അതിനാണ് ടേസ്റ്റ് കൂടുതൽ, പക്ഷെ അത് എപ്പോഴും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ്. ആദ്യം മഷ്റൂമിൻ്റെ തോലൊക്കെ ഒന്ന് നീക്കിയെടുക്കണം. അതിനായിട്ടൊരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തോല് ഇളക്കി കൊടുക്കുക ആദ്യം. എന്നിട്ട് കൈ വെച്ച് ഉരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇതിലെ മണ്ണും പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൺ ക്ലോത്ത് നനച്ചിട്ട് അത് വെച്ചൊന്ന് തുടച്ചു കൊടുക്കണേ. ഒരുപാട് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തന്നെ കഴുകിയെടുക്കേണ്ടി വരും. എന്നിട്ട് ഈ ഒരു തരത്തിൽ ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. ഇനി ഞാൻ ആദ്യം ചെയ്തെടുക്കുന്നത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ്. കട്ടയെ കുറച്ച് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു മണം വരണോടം വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അധികം തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും കുറച്ച് അധികം തന്നെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് വഴറ്റി കളറൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനം സവാള കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരിൽ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് അധികം സവാള തന്നെ എടുക്കണം. ഈ ഒരു കളറിലാണ് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കറിക്കും നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ ആവശ്യമുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത് ചേർക്കാവുന്നതാണ്. ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ട് കളറൊന്ന് മാറാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയുടെ പച്ചമണം മാറിക്കിട്ടും. എണ്ണ തെളിഞ്ഞു വരാനും തുടങ്ങും. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇപ്പോൾ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൊത്തമല്ലിയും ചേർത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചൂടാക്കി വെച്ചിരിക്കുന്ന കടലമാവ് ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചട്ടിയുടെ നടുവിലേക്ക് കുമിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ടൊരു അടപ്പിട്ട് മൂടിയിട്ട് 5 മുതൽ 6 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 6 മിനിറ്റുകൾക്ക് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ മഷ്റൂമിലുള്ള വെള്ളം ഇറങ്ങിയിട്ടാണ് ഇത്രയും ഒരു ഗ്രേവി പരുവത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഗ്രേവി കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനെ ലൂസാക്കി എടുക്കാവുന്നതാണ്. ഉപ്പിൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള മഷ്റൂം ഗ്രേവി റെഡി. ഇത് എന്തിൻ്റെ കൂടെ വെച്ചാൽ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ ചാനലിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.